കേരളത്തിൽ പലയിടത്തും ഈയിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം വാഹനങ്ങൾക്ക് തീപിടിക്കുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. 2022 മുതലുള്ള 3 വർഷം 207 അപകടങ്ങളാണ് ഇത്തരത്തിൽ ഉണ്ടായിട്ടുള്ളത്. തീ പിടിച്ചുണ്ടാകുന്ന അപകടങ്ങൾക്ക് എന്താണ് കാരണം? അങ്ങനെ അന്വേഷിച്ചു പോകുമ്പോൾ വാഹനങ്ങളിൽ നടത്തുന്ന ഓൾട്ടറേഷൻ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാവുന്നു എന്നാണ് ഗതാഗത വകുപ്പ് കണ്ടെത്തിയത്. ഈ ഓൾട്ടറേഷൻ നടത്തുന്നവർ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഉണ്ടാകുന്ന അപകടങ്ങളിൽ വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് ക്ലെയിം പോലും കിട്ടാതിരിക്കാൻ സാധ്യതയുണ്ട്. ഈ ദൃശ്യങ്ങൾ മലയാളികൾ മറന്നു കാണില്ല. കണ്ണൂരിൽ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയും ഭർത്താവും ഈ അപകടത്തിൽ മരിച്ചു. കുടുംബവുമൊത്ത് ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടെ ഡ്രൈവർ സീറ്റിനരികിൽ നിന്നും പെട്ടെന്ന് തീ ഉയരുകയും ക്യാബിൻ മുഴുവനായി കത്തിപ്പിടിക്കുകയുമായിരുന്നു. ഗതാഗത വകുപ്പിന്റെ അന്വേഷണത്തിൽ കാറിൽ പല വിധത്തിലുള്ള എക്സ്ട്രാ ഫിറ്റിംഗുകളും ഘടിപ്പിച്ചിരുന്നതായി കണ്ടെത്തി. നിലവാരം കുറഞ്ഞ ഈ ഫിറ്റിംഗുകളിലെ ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നു അപകട കാരണം. ഈ സംഭവത്തിലെന്ന പോലെ വാഹനത്തിൽ ഘടിപ്പിക്കുന്ന ഗുണനിലവാരം കുറഞ്ഞ എക്സ്ട്രാ ഫിറ്റിംഗുകളാണ് എപ്പോഴും പ്രധാന വില്ലൻ. ഇവ കാറുകൾക്ക് കൂടുതൽ ഇലക്ട്രിക്കൽ ലോഡ് നൽകുകയും അതുവഴി എളുപ്പത്തിൽ ഷോർട്ട് സർക്യൂട്ടിനും തുടർന്ന് തീപിടുത്തത്തിനും കാരണമാകുന്നു. കൃത്യമായി അല്ല ഇവ കാറുകളിൽ ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ അപകടം കൂടുതൽ എളുപ്പത്തിൽ സംഭവിക്കും. മാർക്കറ്റിൽ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ഇൻഫോർടൈൻമെന്റ്, മ്യൂസിക് സിസ്റ്റം, ക്യാമറ തുടങ്ങിയവ വിളിച്ചു വരുന്ന അപകടങ്ങൾ ചെറുതല്ല. ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിംഗ് കട്ട് ചെയ്യുന്നതാണ്. നമ്മൾ പുറമേ നിന്ന് എക്സസൈസ് പിടിപ്പിക്കുമ്പോഴത്തേക്കും അവർ ചെയ്യുന്നത് ഈ വയറിംഗ്, അതായത് നമ്മുടെ ഇപ്പോൾ വാഹനത്തിൽ വരുന്ന വയറിങ്ങിനെ കട്ട് ചെയ്തിട്ടാണ് അത് ലൂപ്പ് ചെയ്യുന്നത്. കട്ടിയിട്ട് ലൂപ്പ് ചെയ്തിട്ട് അതിന് ഒരു സോൾഡർ ചെയ്യും. പക്ഷേ വിഷയം എന്ന് പറഞ്ഞാൽ അത് അവിടെ ഇരുന്ന് പ്രശ്നം ഉണ്ടാവും. അത് അവിടെ ഇരുന്ന് സോൾഡറിങ് എല്ലാം ലൂസ് ആയതിനു ശേഷം അതൊരു തീപിടുത്തത്തിലേക്ക് നയിക്കും. പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ലോ ക്വാളിറ്റി വയറാണ്. അവർ ചെയ്യുമ്പോഴത്തേക്കും അവർ ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും അത്രയും ക്വാളിറ്റിയുള്ള വയറുകൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള ലോഡ് താങ്ങാത്തത് കൊണ്ട്, ലോഡ് താങ്ങാതെ വരുമ്പോഴും ഇതിങ്ങനെ തീപിടുത്തത്തിലേക്ക് കാരണമാവാം. ഫ്യൂവൽ സിസ്റ്റത്തിലെ ചോർച്ച മറ്റൊരു കാരണമാണ്. ഫ്യൂവൽ പമ്പിലെ കേടുപാടുകൾ, ഫ്യൂവൽ ടാങ്ക്, ഫ്യൂവൽ ഇഞ്ചക്ടറിലെ തകരാറുകൾ എന്നിവ തീപിടുത്തത്തിന് വഴിവെക്കും. കാറിലെ ബ്രേക്ക് ഓയിൽ, സ്റ്റിയറിംഗ് ഓയിൽ തുടങ്ങിയവയുടെ ചോർച്ചയും ഒരു കാരണമാണ്. ഇവ നേരിട്ട് തീപിടുത്തത്തിന് കാരണമാകില്ലെങ്കിലും ഇത്തരം ലീക്കുകൾ ഷോർട്ട് സർക്യൂട്ട് മൂലമുണ്ടാകുന്ന ചെറിയ തീ പോലും വലിയ അപകടത്തിലേക്ക് എത്തിക്കും. എപ്പോഴും മാനുഫാക്ചർ കൊടുക്കുന്ന ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് ആയിരിക്കും. ഇത് ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് അല്ലാത്ത സാധനങ്ങൾ വയ്ക്കുമ്പോഴത്തേക്കും ഇത് ബാറ്ററിയിൽ നിന്ന് എടുക്കുന്ന ലോഡ്, അതൊരു വലിയൊരു വിഷയമാണ്. ബാറ്ററിയിൽ നിന്ന് എടുക്കുന്ന ലോഡും വളരെ കൂടിയ ലോഡായിരിക്കും ബാറ്ററിയിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ കൂടുതൽ ലോഡ് വരുമ്പോഴത്തേക്കും ഈ വയറിംഗ്, അതായത് നമ്മളിപ്പോൾ എടുക്കുന്ന ലോ കോസ്റ്റ് അക്സസറീസിന്റെ വയറിംഗ് ഇത് ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. സപ്പോർട്ട് ചെയ്യാതിരിക്കുമ്പോഴും ഈ വയറിംഗ് അവിടെ ഇരുന്നിട്ട് തീ പിടിക്കാനുള്ള, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി തീ പിടിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാറിലെ പുകക്കുഴലുകൾക്ക് സമീപം പ്ലാസ്റ്റിക്, കടലാസ്, പുല്ല് എന്നിവയുണ്ടെങ്കിലും കുഴപ്പമാണ്. പുകക്കുഴലിലെ ഉയർന്ന ചൂട് ഇവ എളുപ്പത്തിൽ തീ പിടിക്കാൻ സാഹചര്യമുണ്ടാക്കും. വാഹനങ്ങളുടെ കാലപ്പഴക്കവും മറ്റൊരു കാരണമാണ്. ഒരുപാട് കാലം ഉപയോഗിക്കാതിരുന്ന വാഹനം കൃത്യമായി ചെക്കപ്പുകൾ നടത്താതിരിക്കുന്നതും വാഹനങ്ങളുടെ ഇലക്ട്രിക്കൽ വയറിങ്ങുകൾ എലി കയറുന്നതും അപകടം ക്ഷണിച്ചു വരുന്നതാണ്. ശ്രദ്ധിക്കുക, ബേസ് മോഡൽ വാഹനങ്ങൾ വാങ്ങി അവയിൽ കമ്പനി അംഗീകാരമില്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്നും ആക്സസറീസ് ഫിറ്റ് ചെയ്ത് ടോപ്പ് എൻഡിലേക്ക് എത്തിക്കുന്ന പുതിയൊരു രീതി ഇന്ന് നിലവിലുണ്ട്. പല അപകടങ്ങളും അകാരണമെന്ന് തോന്നാമെങ്കിലും ഇവയ്ക്ക് പിന്നിലെ പ്രധാന വില്ലൻ ഇത്തരം മോഡിഫിക്കേഷനുകളാണ്. വളരെ ശക്തിയേറിയ ഹൈബീം ലൈറ്റുകൾ, മ്യൂസിക് സിസ്റ്റം, ഇൻഫോർടൈൻമെന്റ്, ക്യാമറ എന്നിവയെല്ലാം ഈ ഗണത്തിൽ പെടുന്നവയാണ്. അപകടം നടന്നത് ഇത്തരം മോഡിഫിക്കേഷൻ കാരണമാണെന്ന് കണ്ടെത്തിയാൽ ഇൻഷുറൻസ് തുക നിരസിക്കപ്പെടാൻ വരെ സാധ്യതയുണ്ട്. പല അപകടങ്ങളിലും യാത്രക്കാർ രക്ഷപ്പെടുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. എപ്പോഴും ഈ ഭാഗ്യം തുണയായി ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഇത്തരം ആഡംബരങ്ങൾ ഒഴിവാക്കുന്നതാവും നമുക്ക് നല്ലത്. ക്യാമറാമാൻ സന്തോഷിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം.